കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ ഇതിന്റെ pH നോക്കിയത് ഓർമ്മയുണ്ടാവും. ഒരു 3-4 കണ്ടാട്ടാണ് നിന്നായിരുന്നത്. 3-3 ഉറപ്പല്ലായിരുന്നു നമ്മളത് നോക്കിയത്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ജനങ്ങളോട് നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ. നമ്മൾ ഈ കക്കപ്പൊടിയുടെ ഗുണം, ഈ പച്ച കക്കപ്പൊടിയുടെ ഗുണം നമ്മളെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. നമ്മൾ ഈ മണ്ണ് pH 7 ആയ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. ഒരു കംപ്ലൈന്റ് ഇല്ലാതെ, അതുപോലെ പതിരൊന്നും ഇല്ലാണ്ട് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിന്റെ pH നമുക്കൊന്ന് നോക്കണം. ഇപ്പോൾ കറക്റ്റ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തിന്റെ അതിന്റെ കിടക്കുന്ന ആ മണ്ണ് സൂക്ഷ്മജീവികളൊന്നും ചാവാതെ ഇരുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ആ pH ഇപ്പൊ ഒരുമാതിരി നമുക്ക് കിട്ടണുണ്ടോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമുക്കൊന്ന് കുത്തി നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതാണല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ കറക്റ്റ് ഒന്ന് നോക്കാം. കറക്റ്റ് കുത്തി നോക്കാം. നോക്കി ഇത്രയും നോക്കി കറക്റ്റ് 6-6 നിൽക്കുന്നുണ്ട്. 0.6 7 ആയിട്ടില്ല. കണ്ടോ, കാണുമ്പോൾ അറിയാം 6 നിൽക്കാണ്. പിന്നീട് മാറി 6 നിൽക്കണം. കണ്ടോ, ഒരു പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. കണ്ടോ, 6 നിൽക്കുന്നു. ഇത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 6 കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇപ്പോൾ 6 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടതിൻ്റെ ആ ഗുണം ഇപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100% ഗ്യാരണ്ടി ഇടും. നമ്മൾ ഫുൾ ഗ്യാരണ്ടി തരണം. pH 7 കിട്ടിയിരിക്കും. ഇപ്പോൾ ഈ കക്കപ്പൊടിയും കൂടി ഇടുമ്പോൾ അത് 100% ഗ്യാരണ്ടിയാണ്. pH 7 കിട്ടി.